നല്ല സിനിമകൾ ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നതാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല. ഇപ്പൊ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ 2020 പോലെയാണ്. ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം. അപ്പൊ നമ്മൾ മാക്സിമം പ്രയോറിറ്റി ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ഡിപ്പെൻഡന്റ് ആണ്. ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസത്തെ കളക്ഷൻ വളരെ അധികം ബാധിക്കപ്പെട്ടേക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇപ്പോൾ പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരും. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസ് ഉണ്ട്. അപ്പൊ അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ, ക്വാളിറ്റി സിനിമ, ആൾക്കാരെ എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാകും. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോക്ക് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കാര്യപൂർവ്വമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു.